ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് സാറ്റർഡേ ആണ്. ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ, സന്ധ്യ ആവുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി മീൻസ് മോള് ട്യൂഷന് പോയേക്കാണ്. അവളെയും ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചിട്ട് പുറത്ത് വെയിറ്റിംഗ് ആണ്. അവൾ വൈകിട്ട് ട്യൂഷന് പോയി, വിളിക്കാൻ ഓൾമോസ്റ്റ് സമയം ആവുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഇനി അവളൂടെ വന്നിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് പോകാൻ. സ്ഥലത്തേന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈവനിങ്ങിന് ഫുഡ് കഴിക്കാനായിട്ട് പോകണം എന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്. ഇന്ന് അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈകിട്ട് അവളോട് ഇതൊക്കെ പറഞ്ഞു, ഇങ്ങനെ വൈകിട്ട് കാണാം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് കൊടുക്കാനായിട്ട് എന്താ പറയുക, ഒരു കൊച്ചിലെ മുതലേ LKG മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇതുവരെ കുറച്ച് ബാച്ചുണ്ട്, ഒരു 3-4 കുട്ടികളുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പിന്നും ക്ലാസ്സുകളും ചേഞ്ച് ആയെങ്കിലും ഇവർ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ +2 ആവുന്നു. ഇന്ന് വരെയും ഒരു വർഷം 2 വർഷം മാത്രമേ ക്ലാസ് ചേഞ്ച് ആയിട്ടുള്ളൂ. ബാക്കി അത്രയും വർഷം ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ് തന്നെയാണ്. ഇപ്പോൾ +2 +1 +2 ഇപ്പോൾ വേറെ ഗ്രൂപ്പ് ആയതുകൊണ്ട് വേറെ ഇതാണ്. അല്ലാതെ 10th വരെയും ഒരേ ക്ലാസ്സിലായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് സ്നേഹ എന്നാണ്. അപ്പോൾ അവർ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് തന്നെയാണ്. അവർ മാത്രമല്ല, വേറെയും ഒരു 4-5 ഫാമിലി ഉണ്ട്. അപ്പോൾ ഇത്രയും മക്കളായിട്ട് അങ്ങനെ, പക്ഷെ ഇവർ കാരണമാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് സംഭവം. അപ്പം അവർക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം നമ്മൾ സ്റ്റൈൽ പ്ലസ് ചെയ്യുന്ന ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഗിഫ്റ്റ്. 2 പേർക്കും ഓരോന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചേക്കാണ്. ഇനി ഇത് അവൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിനിപ്പോൾ അത് കൂടി എടുക്കണം എന്ന് കരുതിയിരിക്കുന്നു. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ പറ്റുന്ന കണക്ക് അതും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ വന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അവൾക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം എന്നാണ്. സത്യം പറഞ്ഞാൽ അവൾ കുറേ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെയൊക്കെ. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് അവൾക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൽ അവൾ ഇട്ടേക്കുന്നത്. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളും ആ ഒരു ടൈപ്പൊക്കെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് കിട്ടുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ +2 ആയി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ കൊച്ചിലെ മുതൽ ഇങ്ങനെ കാണുകയാണല്ലോ, ഇവരെല്ലാവരും ഒരേപോലെ വളർന്നു വരികയല്ലേ. അപ്പോൾ കാണുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. +2 ആയി, കുറച്ച് ഹൈറ്റൊക്കെ വെച്ചു എന്നുള്ളതിൽ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ആർക്കും വലുതായിട്ട് വന്നിട്ടൊന്നുമില്ല. അതും പിന്നെ ഒരു രസമാണ്, അവരങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതും. ആ ഒരു കളിയും ചിരിയും കൂട്ടിത്തൊക്കെ ഉള്ളതും ഭയങ്കര രസമാണ്. അങ്ങനെ എന്നും സന്തോഷമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥനയും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. സംഭവത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്നും ഒറ്റ സമയത്തിന് സാറ് ക്ലാസ് വിടാറുണ്ട്. ഇന്ന് മോളുടെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ എത്തത്തില്ല. അവരെത്തിയാലും നമ്മളെത്തില്ല. അത് കാരണം ഞങ്ങളിപ്പോൾ നേരെ ഇവിടെ പോകുന്നു. മോളുടെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് മോളെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി, മൺകപ്പയിലെത്തി. ഇവിടെ കുറവോണത്താണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ എല്ലാം പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അവർക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. സീറ്റൊക്കെ കിട്ടി ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. മോളിപ്പോൾ എത്തും, അവരും ഏകദേശം എത്താറായി. അവിടെ എനിക്ക് മെസ്സേജ് ഇട്ടാനായിട്ട് ഞങ്ങളിപ്പോൾ എത്തും എന്നുള്ള രീതിക്ക്. എന്തായാലും നോക്കട്ടെ. എല്ലാം കുളമായി. അവളെ സർപ്രൈസ് കൊടുക്കുന്ന ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവളെ ക്ലാസ്സിൽ ഇരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം കൊണ്ടും നിന്ന് സംഭവം എന്തെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്താൽ ഇതാണല്ലോ. എന്തായാലും നോക്കട്ടെ. അവളോട് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാം. അപ്പോഴത്തേനും നമ്മളെത്തും. എത്താറായി. അപ്പോൾ ഇപ്പോൾ മോള് വിളിച്ചിരുന്നു. അവൾ ഓൾമോസ്റ്റ് എത്താറായി. ട്യൂഷൻ കഴിഞ്ഞു. അവർ തിരിച്ചു എന്ന് പറഞ്ഞു, എത്താറായി എന്ന് പറഞ്ഞു. അവരും ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ ആരാദ്യം എത്തും
എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നോക്കട്ടെ ആരാണ് ആദ്യം എത്തുക നോക്കട്ടെ. മോൾ ആദ്യം വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ അവരാണോ വരിക എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നോക്കട്ടെ. ഫുൾ ഇപ്പോൾ സർപ്രൈസാണ്. അപ്പോൾ അവരെന്തായാലും വന്നു. മോൾ ഇതുവരെ എത്തിയില്ല. ഇപ്പം എന്തായാലും അവർ വരട്ടെ. അപ്പോഴത്തേനും മോളും എത്തും. ഹലോ ടെസ്റ്റിംഗ് 1 2 3 ഹിയർ. ഐഫോൺ പ്രോ മാക്സ് 2 റബ്ബർ പാമ്പ് ചാടി വരല്ലേ. എനിക്ക് പറ്റിയ സാധനമല്ല. ഭയങ്കര സോഫ്റ്റ് അടുത്ത സ്പാർക്ലിംഗ് ഷൂസ് കുറെ പുതിയ അതിന്റെ ബെഡ്റൂം ഇത് അവിടെ നിന്ന് അടിച്ചു. അയ്യോ ഇത് നോക്കി നല്ല രസം ഇതാണ് ഏറ്റവും പെർഫെക്റ്റ്. അവന്മാരവിടെ ചെയ്യുന്നത് ബാക്കി ഫോട്ടോ എഫ് പി തപ്പി എടുത്തതാ. എല്ലാം കൂടെ കാലിമ്പി കോളായി കുത്തിക്കോരി കുടിച്ചോല്. അങ്ങനെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ വീടെത്തി. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഗിഫ്റ്റൊക്കെ കൊടുത്തത് കണ്ടല്ലോ. സംഭവം അവരാണ് ആദ്യം വന്നത്. അതിനുശേഷമാണ് മോളെത്തിയത്. അവരെത്തി കുറച്ചൊരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും അവൾ വന്നായിരുന്നു. അതിനുശേഷം ഗിഫ്റ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. ഫുഡൊക്കെ കഴിച്ചു. സന്തോഷമായിട്ട് എന്നെ പിരിഞ്ഞു. അവർ അടുത്തൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ വീട്ടിലേക്കും വന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.